പെരുന്നാളായിട്ട് രാവിലെ തൊട്ട് കാത്തിരിക്കലായിരുന്നു ആര് വിളിക്ക് വേണ്ടിയിട്ട്. വൈകുന്നേരമായിട്ട് ഒരു തേങ്ങ വരാത്തോണ്ട് ഞങ്ങൾ പോക്കന്നെ. ഇവന്റെ നിപ്പൊക്കെ കണ്ട വിജയ്ക്ക് നമ്മളെ ക്ഷണിച്ചിട്ട് എന്താ ഇനിയും വരാത്തെ നോക്കിയിരിക്കലാന്ന്. കള്ള ഹമുക്ക് എന്തൊക്കെ ആയാലും സ്നേഹമുള്ള ഹമുക്കാണ്, ഇല്ലെങ്കിൽ ബിരിയാണി കിട്ടൂല. ഇനി ഞാൻ ഒരു പുതിയ ആളെ പരിചയപ്പെടുത്താം. പലർക്കും സുപരിചിതനായിരിക്കും. മടിവാളിലും എം ജിയിലായിരുന്നു മെയിൻ. ഇപ്പൊ കേരളത്തിന് പുതിയ ബ്രാഞ്ച് ഉണ്ട്. പണ്ടത്തെ പോലെ ബിരിയാണിക്കൊന്നും പറ്റൂല, മിനിമം ഒരു 1000 വേണം. ചെക്കൻ എന്തൊക്കെ പറഞ്ഞാലും ഓന്റെ ഒരു സാധനം ഉണ്ട് പോലെ. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചത് നിങ്ങളൊക്കെ ഞാൻ ഇട്ടും. 1 2 3 1 2 3 4 5 50 ഞാൻ സാറ്റ് വെക്കാൻ വേണ്ടി ഓടുന്നല്ലേ. എന്റെ വണ്ടി 2 പൊട്ടന്മാരും കാണുന്നില്ല. കള്ളന്മാരും കൊണ്ട് എനിക്ക് ഇത്ര ടെൻഷൻ ഇല്ല. അതിന് വലിയ അപകടമാണ് ഇവന്മാര്. കണ്ട അങ്ങോട്ട് വണ്ടിക്ക് പോയാണ് ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നത്. എന്റെ വണ്ടി എവിടെ എത്തിയോ ആവോ. ഭാഗ്യത്തിന് ഹെൽമെറ്റ് ഇരിച്ചിട്ടി. കതിരോശേഷമായ പുരികവും സൂപ്പർ മീശയും പിന്നെ അതിനിർലോചകമായ താടിയും എന്റെ ജീവിതം ആനന്ദപ്രദമായി. ഇപ്പോൾ എന്നെ കൂട്ടുകാർ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? വീർ കുട്ടപ്പൻ അഥവാ കരടി കുട്ടപ്പൻ. ഇങ്ങനെ വളിപ്പടിച്ചിരിക്കുന്നത് വന്ന കാര്യം നോക്കട്ടെ. വീഡിയോ എടുക്കുന്ന ഇഷ്ടമുള്ള പറഞ്ഞ പിന്നെ അവനെ തന്നെ ഓടിച്ചിട്ടെടുക്കുന്ന പ്രത്യേക രസ. ഇങ്ങനെ ഓന്റെ വഴി നോക്കിയിരുന്നാൽ ബിരിയാണി വേണ്ടി ബിരിയാണി അണ്ടിപ്പരിപ്പോലും കിട്ടൂല. പിന്നെ കഴിക്കുമ്പോൾ അതീവ ജാഗ്രത രൂപനായിരിക്കണില്ലേ. പൊരിച്ച കോഴി വരെ പറഞ്ഞ അപ്പുറത്തെ പ്ലേറ്റിൽ പോകും. അനുഭവം ഗുരു. എന്നും ഇങ്ങനെ വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. ഒന്ന് പതുക്കത്തില്ല. ഉച്ച സാർ നല്ല ആളുടെ മുന്നിൽ പോയിരിക്കണം. എനിക്ക് ചിക്കൻ കിട്ടില്ലേ നിന്റെ പൂച്ചക്കറിയാക്കാൻ നോക്കിക്കോ മോനെ. ഇനി ജന മനസ്സ് കാത്തിരുന്ന സാധനം. അമ്പമ്പോ രണ്ട് ഗേൾസ് മെസ്സേജ് ഒക്കെ നിൽക്കണ്ടാവോ. സിഗ്മ പോയാണ്. എല്ലാവർക്കും എല്ലാം കൊടുക്കൂല. കുറച്ചൊക്കെ ബുദ്ധി ഇവന് കൊടുക്കായിരുന്നു. എനിക്കൊന്നേ പറയുള്ളൂ, പെരുന്നാൾ വിളിക്കാത്ത ചെങ്ങായിക്കങ്ങ് അയച്ചു കൊടുക്കി. അവനങ്ങ് കാണട്ടെ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.